ഹായ്, കൈപ്പയുടെ പുതിയ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചിലർ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ചേരുവകളൊക്കെ കറക്റ്റായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. ഞാനൊരു മത്തിക്കറി വെച്ചിട്ട് ചായപ്പൊടി അല്ലാത്ത എല്ലാ പൊടി ഇട്ടിട്ടും ചേരുവകളൊന്നും കറക്റ്റായില്ല. അത് ഒഴിച്ചിട്ടാണെങ്കിൽ അതിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന പൊറാട്ടയും കൂടി നാശമായിരുന്നു. കൈപ്പുണ്യം അതൊരു ഭാഗ്യമാണ്. പിണറായി വേണ്ടിട്ടായി കനാൽക്കരയിലാണ് സ്ഫോടനം. CPM പ്രവർത്തകൻ വിപിൻ രാജിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഘർഷഭരിതമാണ് കഴിഞ്ഞ 4 ദിവസമായി പാനൂർ മേഖലയെല്ലാം തന്നെ. തൊട്ടടുത്തുള്ള പിണറായിലാണ് ഉച്ചയ്ക്ക് 2:30 ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. വിപിൻ രാജിന്റെ വലത് കൈപ്പത്തി ചിതറിയത് 25 വയസ്സുകാരനാണ് വിപിൻ രാജ്. സ്വാഭാവികമായും സംശയിക്കേണ്ടത് അവിടെ ബോംബ് നിർമ്മാണത്തിനിടയിലോ അല്ലെങ്കിൽ ബോംബ് കൈകാര്യം ചെയ്യുന്നതിനിടയിലോ ഉണ്ടായ അപകടമാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. പോലീസ് ഇപ്പോൾ സ്ഥലത്തുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കുന്നു. വിപിൻ രാജിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓലപ്പടക്കം പൊട്ടി എന്നാണ് ആശുപത്രിയിലും ഇവർ നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ ആശുപത്രിയിൽ സംസാരിച്ചപ്പോൾ ഓലപ്പടക്കം പൊട്ടിയതിന്റെ സൂചനകളല്ല, വലത് കൈപ്പത്തി ആകെ ചിതറിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിൽ സാധാരണ കണ്ണൂരിൽ ബോംബ് സ്ഫോടനങ്ങളൊക്കെ പരിക്കേൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അത്ര വലിയ പരിക്ക് ശരീരത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാനൂര് പാറാട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകരും CPM-ഉമായി ഉണ്ടായിട്ടുണ്ട്. കുന്നോത്ത് പറമ്പിലെ ആ കൈപുണ്യം ഈ ചെക്കന് വേണ്ടുവോളം ഉണ്ട്. അവന് ഇനിയും ഒരുപാട് ബോംബുണ്ടാക്കാനും അവൻ്റെ ബാക്കിയുള്ള കൈയും തലയൊക്കെ പൊട്ടിത്തെറിച്ച് പോകാനും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ ചേരുവകളാണെങ്കിൽ ഒന്നും പറയാനില്ല. പിണറായി എന്ന് പറയുന്ന സ്ഥലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ, ബോംബ്, മോനെ ബോംബുണ്ടാക്കണം. ബോംബ് മനുഷ്യൻ്റെ നിത്യോപയോഗ സാധനങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ. അതില്ലാതെ സമാധാനപരമായി ഈ ഭൂമിയിൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല. കഴിഞ്ഞ തവണ LDF സർക്കാർ കിറ്റ് കൊടുത്തപ്പോൾ അരി, പയറ്, കടല തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ആ കിറ്റിലുണ്ടായിരുന്നു. കേരളക്കരയ്ക്ക് ഓരോ വീട്ടിലേക്കും അത്യാവശ്യം വേണ്ടത് 2 ബോംബാണ്. അത് അടുത്ത തവണ കിറ്റിൽ ഉൾപ്പെടുത്തും എന്ന ശുഭ പ്രതീക്ഷയോടെ കേരള ജനത കാത്തിരിക്കുന്നുണ്ട് 3ാം ഭരണത്തിനായി.